ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. ഇതിനകത്തുള്ള ഇത് കണ്ടല്ലോ, ഈ യേശുവിന്റെ പാത സ്വർഗത്തിലേക്ക്, മുഹമ്മദിന്റെ പാത നരകത്തിലേക്കാണോ അതോ സ്വർഗത്തിലേക്കാണോ? അതിനെക്കുറിച്ച് ആസ്പദമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ചോദിക്കട്ടെ. ക്രൈസ്തവ വിശ്വാസ പ്രകാരം എല്ലാവരും ഭൂമിയിൽ എല്ലാവരും സ്വർഗത്ത് പോകുമോ, അതോ ക്രിസ്ത്യാനികൾ മാത്രമേ പോകുള്ളൂ? അച്ഛൻ എനിക്ക് മറുപടി തരും. അപ്പം ഈ ക്രൈസ്തവ വിശ്വാസ പ്രകാരം സ്വർഗത്തിൽ പോകുന്നതും അല്ലാത്തവർ സ്വർഗത്തെ ഒരു സെക്കൻഡ് കേട്ടോ, കേട്ടില്ല. അതെ, നിങ്ങൾ ചോദിക്കണം. കാരണം നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ നമുക്ക് പറയാനൊക്കത്തില്ല. മനസ്സിലായോ? ആ വിഷയങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് നിങ്ങളടുത്ത് പറയാനൊക്കത്തുള്ളൂ. അതായത് യേശുക്രിസ്തു വാഗ്ദാനം ചെയ്തു പോയി, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടി അല്ലാതെ ആർക്കും സ്വർഗരാജ്യത്തിൽ പോകാൻ സാധ്യമല്ല. അതായത് പിതാവിൻ്റെ അടുത്ത് പോകാൻ ഒക്കത്തില്ലെന്ന്. അപ്പൊ ഞാൻ തന്നെ വഴിയും സത്യം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൽ കൂടി, അപ്പൊ യേശുക്രിസ്തുവിൽ കൂടി പോകുന്നു പറഞ്ഞാൽ യേശുവിനെ വിശ്വസിച്ച് ആ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് ദൈവരാജ്യത്തിലേക്ക് പോകാം. അതാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടി അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുത്ത് പോകാൻ ഒക്കത്തില്ല. അപ്പം പിതാവിൻ്റെ അടുത്ത് പോകണമെങ്കിൽ ഒരു വഴി ദൈവം ഒരുക്കി കൊടുത്തതാണ് യേശുക്രിസ്തു മുഖാന്തരം. എന്നാൽ ബാക്കിയുള്ളവർക്ക് സ്വർഗത്തിൽ പോകാമോ ഇല്ലയോ എന്നുള്ളത് ആണ് ചോദ്യം, അല്ലേ? ശരിയല്ലേ? മറുപടി പറഞ്ഞു, യേശുവിന് മാത്രമേ പോകാൻ പറ്റൂ. അല്ല കൂട്ടുകാരാ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഒരു ന്യായാധിപതിയുടെ കാര്യമാണോ ഇത്? ഒരു യഥാർത്ഥ ന്യായാധിപതി അതുപോലെ ചെയ്യുമോ? അതായത് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ ഒക്കൂ എന്ന് പറയുമ്പോൾ യഥാർത്ഥ ഒരു ന്യായവിധി നടത്തുന്ന വ്യക്തി, അപ്പൊ ഈ യേശുവിനെ കുറിച്ച് അറിഞ്ഞില്ല, കുറച്ച് സ്ഥലങ്ങളിൽ യേശുവിനെ കുറിച്ച് അറിയത്തില്ല. ഞാൻ ഈ വർക്കുമായിട്ടൊക്കെ ഇങ്ങനെ കർണാടക, തമിഴ്നാട്, ആന്ധ്രയിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഈ ഗ്രാമങ്ങളുണ്ട്. ആ ഗ്രാമങ്ങളിലൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കേൾക്കാത്ത ആൾക്കാരുണ്ട്, അവർക്ക് അറിയത്തില്ല. എന്നാൽ റോമാലേഖനം 2:14 ഇങ്ങനെ വായിക്കുന്നു, ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ ന്യായപ്രമാണം ഉള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞ, ഞാൻ വായിച്ച മനസ്സിലായോ? ഒന്നും കൂടെ ഞാൻ വായിക്കാം. ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ എന്ന് വെച്ചാൽ ഈ ന്യായപ്രമാണം യഹൂദന്മാർക്കും ക്രൈസ്തവർക്കുമാണ് ഈ ന്യായപ്രമാണം ഉണ്ട്. അപ്പം ഈ ന്യായപ്രമാണം അനുസരിക്കാത്ത, ന്യായപ്രമാണത്തിലുള്ളത് കേട്ടില്ലയോ? ഓക്കെ. ഇല്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്തിൽ ചെയ്യുമ്പോൾ, എന്ന് വെച്ചാൽ ന്യായപ്രമാണം എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. എന്നാൽ അവരെന്ത് ചെയ്യുന്നു? ന്യായപ്രമാണത്തിൽ ഉള്ളതുപോലെ അവർ ചെയ്യുന്നു. അപ്പൊ ന്യായപ്രമാണമില്ലാത്ത അവർ തനിക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകും. അപ്പൊ അവരുടെ ഉള്ളിൽ അവർ തന്നെ ഒരു ന്യായപ്രമാണം, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, മോഹിക്കരുത്, ഇതൊക്കെ എന്ത് ചെയ്തു? അവരുടെ മനസാക്ഷിയോട് കൂടി അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തും കൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികൾ തങ്ങളുടെ ഹൃദയങ്ങൾ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. എന്നുവെച്ചാൽ ഇവർ തനിയെ, മറ്റാരും പറഞ്ഞു കൊടുത്തിട്ടല്ല, ഇവർ തന്നെ അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റാണെന്ന് അവരുടെ ഹൃദയത്തിൽ തന്നെ ഇരിക്കുന്നതാണ്. ഏതാ? ഈ ന്യായപ്രമാണം. ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, തന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഞാന് കർണാടകയുടെ ഒരു ഭാഗത്തോട് ഇങ്ങനെ പോകുമ്പോൾ അത് റോഡ് വെക്കില്ല, സ്വന്തം ആ റോഡിൽ പോകുന്നവരെല്ലാം കാണുന്നു, സ്വന്തം അമ്മ അവിടെ നിൽക്കുന്നു, ആ അമ്മയെ കാല് തൊട്ട് വണങ്ങിയിട്ടാണ് തന്റെ മകൻ ജോലിക്കായിട്ട് പോകുന്നത്. ഇതെന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അപ്പം മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞ് ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവർക്ക് ഈ ന്യായപ്രമാണം എന്താണെന്ന് അറിയത്തില്ല. എന്നാൽ അവരുടെ മനസാക്ഷിയിൽ ന്യായപ്രമാണം, അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ന്യായപ്രമാണം എഴുതിയതുപോലെ അവർ പ്രവർത്തിക്കുന്നു. അതിന് ദൈവം പറഞ്ഞിട്ട് തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. ദൈവം കേൾക്കാവോ? പറഞ്ഞോളൂ. പത്ത് കൽപ്പനയുടെ റെഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 10 കൽപ്പന
പറയാം. അതിരിക്കട്ടെ. അപ്പം ഇത് പറഞ്ഞിരിക്കുന്നത് ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ ഹൃദയങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. അതായത് ഈ സുവിശേഷ പ്രകാരം ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ട് അവർക്ക് ന്യായം വിധിക്കുമ്പോൾ തന്റെ ഹൃദയത്തിൽ ഈ ന്യായപ്രമാണം എഴുതിയിരിക്കുന്നത് പോലെ ഈ യേശുവിനെ കുറിച്ച് അറിയാത്തവർ അവിടെ ചെല്ലുമ്പോൾ അവരെ നരകത്തിൽ വിടുമെന്നല്ല ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ന്യായപ്രമാണ പ്രകാരമുള്ള വാക്യം പറഞ്ഞു യേശുവിന് മാത്രമേ ഇതിൽ രക്ഷയുള്ളൂ. അവർ പറഞ്ഞു യേശുവിന് മാത്രമേ രക്ഷയുള്ളൂ പറഞ്ഞു. രണ്ടാമത് ഞങ്ങൾ യേശുക്രിസ്തുവിൽ കൂടെ ഇല്ലാത്ത ആൾക്കാർ കൊണ്ടെന്നല്ലേ ഞാൻ വായിച്ചത്. ഒരു മിനിറ്റ് അച്ചുംബ്ര ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. മുഹമ്മദ് പി കെ ഇപ്പോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ പറയാം. മുഹമ്മദ് പി കെ ആദ്യം എന്നോട് പറഞ്ഞു യേശുവിന് മാത്രമേ രക്ഷയുള്ളൂ, നിത്യജീവനുള്ളൂ, എന്നാലും പിതാവിന് അടുത്ത് പോകാൻ പറ്റൂ. രണ്ടാമത്തെ എനിക്ക് തോന്നി രണ്ടാമത് അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞു ഇപ്പൊ ന്യായപ്രമാണം അറിയാത്ത ഉള്ളിലുള്ള ന്യായപ്രമാണം ഉണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല, അവന് സ്വർഗത്തിൽ പോകും. പിന്നെ എന്തിനാണ് ഓക്കെ അടുത്തത് ഞാൻ പറയട്ടെ. അപ്പോൾ ഇത് ആരാണ്? യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കാത്തവരാ. എന്നാൽ കേട്ട ഒരു വ്യക്തി എത്ര പുണ്യപ്രവൃത്തി ചെയ്താലും ഈ യേശുക്രിസ്തുവിനെ വിശ്വസിക്കാകിയാൽ അത് ഒന്നാമത്തെ പാപം. യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ ഏത് വ്യക്തിയായിരുന്നാലും പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ 100% പറയുന്നു, പോവുകയില്ല. ഒന്നാമത്തെ, അതായത് യേശുക്രിസ്തുവിനെ കുറിച്ച് രക്ഷയെക്കുറിച്ച് കേട്ടിട്ട് അതിനെ തള്ളിക്കളഞ്ഞ ഒരു വ്യക്തി സ്വർഗത്തിൽ പാനൊക്കത്തില്ല. കൂട്ടുകാരൻ, നിങ്ങളാണോ ദൈവം സാർ? തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവവചനം എവിടെയും പറയുന്നില്ല. അച്ഛൻ സാർ നിങ്ങളാണോ? പി കെ ഒരു സെക്കൻഡ്. അറബി സാർ ഇടയ്ക്ക് കയറില്ലേ? അറബി സാറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പി കെ കഴിയുമ്പോ നമുക്ക് സംസാരിക്കാം. അല്ല സാറേ, ഇദ്ദേഹമാണോ ദൈവം എന്ന് ചോദിക്കുകയായിരുന്നു അച്ഛൻ സാർ. അല്ലല്ല, ഞാൻ അടുത്തത് വായിക്കാം കൂട്ടുകാരാ. ഞാൻ അടുത്തത് വായിക്കാം, നിങ്ങൾ കേട്ടോളൂ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ. ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തെ നീതി നിവർത്തിക്കേണ്ടതിന് തന്നെ ജഡസ്വഭാവമുള്ളവൻ ജഡത്തിലുള്ളത്, ആത്മസ്വഭാവമുള്ളവൻ ആത്മാവിലുള്ളത് ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, എന്നുവെച്ചാൽ ജഡസംബന്ധമായ ചില ചിന്തകളുണ്ട്, അത് മരണത്തിലേക്ക് തന്നെ പോകും. ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. അത് ജീവൻ മാത്രമല്ല, അവന് സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അടുത്തത്, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അപ്പോൾ നമ്മുടെ ജഡപ്രകാരമുള്ള ഒരു ചിന്തയുണ്ട്. അതായത് ഞാൻ നോക്കിയാൽ ഇസ്ലാമിക വിശ്വാസപ്രകാരം മുഹമ്മദ് അറിയിച്ചിട്ടുള്ള ജഡത്തിന്റെ ചിന്തകൾ മാത്രമാണ്. ഞാൻ ഒന്നുകൂടി വായിക്കാം. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. കഴിയാത്ത കാരണം ജഡത്തെക്കുറിച്ചുള്ള മാത്രമേ അവരുടെ ചിന്തയുള്ളൂ. അതായത് ഇവിടെ ഇരിക്കുമ്പോഴും ഇത്ര വിവാഹങ്ങൾ, ഇത്ര സ്ത്രീയെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് മാത്രം. ഇനി സ്വർഗത്തിലേക്ക് പോയാലോ അവിടെ ഇതുള്ളൂ. അപ്പൊ ജഡത്തിന്റെ ചിന്തകൾ മാത്രം. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. അടുത്തത് 1 കൊരിന്ത്യർ 10-ാമത്തെ അധ്യായം അതിന്റെ 25 പറയുന്നു, അങ്ങാടിയിൽ ഒരു മിനിറ്റ്, ഇതെന്താണ് നിങ്ങൾ ഇങ്ങനത്തെ ടോപ്പിക് എഴുതിയത്? ഏതാ കൂട്ടുകാരാ? മുഹമ്മദിന്റെ അതെന്ത് ടോപ്പിക്കാണ്? നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളെ രീതിയിൽ സംസാരിച്ചാ പോരെ? മറ്റുള്ള മതങ്ങളിൽ കൈകാര്യം ചെയ്യുന്നതിന് നിങ്ങൾ ഇനി മറ്റാരും ഇതിനകത്തൊന്നും ഇതെടുക്കരുത്, കൈകടത്തരുത്. ഒരാൾ സംസാരിക്കുന്ന സമയത്ത് മറ്റൊരാൾ ഒരു സെക്കൻഡ് എന്റെ പ്രിയ കൂട്ടുകാരെ, ഒരു സെക്കൻഡ്. അതായത് ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. മുഹമ്മദ് ഒരു സെക്കൻഡ്. മുഹമ്മദ് പി കെക്ക് കഴിഞ്ഞോ? ബാദിയുടെ അടുത്ത് സംസാരിച്ചോ? എന്റെ ചോദ്യം എനിക്ക് കൗണ്ടർ ഉണ്ട്, അത് മാത്രല്ല ബാദിന്ന് ഞാൻ പറഞ്ഞിട്ട് സംസാരിച്ചോ? കൗണ്ടർ ചെയ്യാം. നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും കൗണ്ടർ ചെയ്യാൻ ഒരു പ്രയാസവും ഇല്ല. ഓക്കെ,
പറഞ്ഞോളൂ അപ്പൊ കൂട്ടുകാരാ. താങ്കൾ ഒരു മറുപടി പറഞ്ഞാല് ഇപ്പൊ ദൈവവിശ്വാസം ഒരു താങ്കൾക്ക് ഒരു മുൻഗണന കൊടുക്കുന്നില്ലേ? കാരണം നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ മാത്രമേ നമ്മൾ ആരാധിക്കാവൂ. ആര് വിഷയം താങ്കൾ പറഞ്ഞില്ല. എന്നാലേ സ്വർഗത്തിൽ നമുക്ക് പോകാൻ പറ്റൂ. അതാണ് ഏറ്റവും മുഖ്യമായ കാര്യം. അത് അച്ഛൻ പിന്നെ ബ്രദർ പറഞ്ഞില്ല. യേശു അറിയാമെന്ന് പറഞ്ഞു. ഓക്കെ ഞാൻ പറയാമോ? എനിക്ക് പറയാമോ? പറയൂ, അതും കൂടി പറയൂ. പ്രധാനമുണ്ടോ? അതായത് നമുക്ക് ഒരാൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ആൾ സംസാരിക്കുക. അതാണ്. നിങ്ങൾക്ക് ഇനിയും സംസാരിക്കാനുണ്ട്, ഞാൻ അവകാശം തരുന്നു. അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. എന്റെ പ്രിയ കൂട്ടുകാരൻ, നിങ്ങൾ ചോദിച്ചത് സൃഷ്ടാവായ ദൈവം അല്ലയോ മുഹമ്മദ്, ആരാണ് സൃഷ്ടാവായ ദൈവം? ഞാൻ പറയുന്നു ഇന്ന് വരെയും, അല്ലല്ല ഒരു സെക്കൻഡ്, ഞാൻ പറഞ്ഞു, ഇന്ന് വരെയും ഞാൻ അറിഞ്ഞ പശ്ചാത്തലത്തിൽ, അതായത് ഞാൻ ഇന്ന് വരെയും അറിഞ്ഞതിൽ, ഞാൻ വിശ്വസിക്കുന്ന ദൈവമല്ലാതെ ഒരു സൃഷ്ടാവായ ദൈവം ഇല്ല. അങ്ങനെ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? തെളിയിക്കാൻ പറ്റും. ഓക്കെ, എന്നാൽ പറയൂ കൂട്ടുകാരാ. നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളുടെ ദൈവം, അതായത് മുഹമ്മദിന്റെ ദൈവത്തിന് ആത്മാവുണ്ടോ, സ്വരൂപമുണ്ടോ, സാദൃശ്യമുണ്ടോ, ജീവനുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് എവിടാണ് ഇരിക്കുന്നത്? ഈ ദൈവത്തിൽ എവിടെങ്കിലും ഇരിക്കണമല്ലോ. അപ്പൊ എന്നിൽ ജീവൻ ഇരിക്കുന്നത് എന്റെ ശരീരത്തിനുള്ളിൽ ഈ ജീവൻ ഇരിപ്പുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ദൈവത്തിന്റെ ജീവൻ എവിടാണ് ഇരിക്കുന്നത്? പറയൂ കൂട്ടുകാർ. ഇങ്ങനെ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ പറ്റിയാണ് താങ്കൾ ചോദിക്കുന്നത്. അതാർക്കും അറിയില്ല. ആ ചോദ്യം പ്രസക്തിയില്ല. അപ്പൊ ചുരുക്കി കാര്യമുള്ളത്. ഓക്കെ, താങ്കൾ ഞാൻ ചോദിച്ചത് പറയൂ. താങ്കൾ ദൈവവിശ്വാസം പ്രാധാന്യമല്ലേ? അതിന് ഉത്തരം പറയൂ. അതല്ലേ ചോദിക്കുന്നത്. നിങ്ങളുടെ ദൈവത്തെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ഒരു രീതിയിലുമുള്ള ഒരു ചിന്തയില്ല. ഈ ദൈവം ആരാണ്, എങ്ങനെയാണ്? ഇന്ന് നിങ്ങൾ ഇവിടുന്ന് സ്വർഗത്തിലേക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ നരകത്തിൽ പിശാചാണുള്ളത്, അങ്ങനെ സ്വർഗത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ സ്വർഗത്തിൽ ഇരിക്കുന്ന ദൈവത്തെ നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും? ബിക്കോസ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് ഖുർആനിലൂടെയാണ്. കാരണം ആ ദൈവത്തിന്റെ വചനമാണ് ഖുർആൻ. ഒരു സിംഗിൾ ഹ്യൂമൻ വചനം പോലും ഖുർആനിൽ ഇല്ല. ആ 24 വർഷം മക്കയിലും മദീനയിലും ദൈവത്തിന്റെ വെളിപ്പാടുകൾ അവതരിച്ചു. അതാണ് പരിശുദ്ധ ഖുർആൻ. ഗബ്രിയേൽ മാലാഖ വഴി. അതിലൂടെയാണ് ഞങ്ങളെ ദൈവത്തെ കണ്ടതും. അതിലൂടെ മാത്രമേ രക്ഷയുള്ളൂ ഞങ്ങളെ വിശ്വാസം. ഓക്കെ കൂട്ടുകാരൻ, അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം, നിങ്ങളുടെ ദൈവത്തിന്റെ ജീവൻ എവിടെ ഇരിക്കുന്നു? അത് നിങ്ങൾക്ക് അറിയത്തില്ല. എന്നാൽ എന്റെ പൊന്നു കൂട്ടുകാരാ, നിങ്ങളുടെ ദൈവം ഈ പ്രപഞ്ചത്തെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ആകാശത്തിൻ കീഴിൽ ഭൂമിക്ക് മുകളിൽ കാണുന്ന സർവ്വതും സൃഷ്ടിച്ചത് എങ്ങനെ? മുഹമ്മദ് പി കെ. ഓക്കെ, ശരി. മുഹമ്മദ് പി കെ ഇല്ലാത്തത് കൊണ്ട് ബാദിക്ക് ഇനി ചോദിക്കാം. ഇതിനിടയ്ക്ക് ഒരു സെക്കൻഡ് സോൾജാർ, ഇതിനിടയ്ക്ക് പി കെ വന്ന് മുഹമ്മദ് പി കെ എന്തെങ്കിലും വന്ന് സംസാരിക്കുകയാണെങ്കിൽ അപ്പോഴേ താഴെ ഇറക്കണം കേട്ടോ. ചോദിക്കാൻ എന്തില്ല. നിങ്ങൾ മുഹമ്മദിന്റെ പാത നരകത്ത് അത് എഴുതേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. നിങ്ങളെ മതത്തിനെ പഠിപ്പിക്കുന്നത് നിങ്ങൾ എന്ത് വേണമെങ്കിൽ പഠിപ്പിച്ചാൽ നിങ്ങളെ അവകാശമാണ്. മറ്റുള്ള മതത്തിനെ കൈകാര്യം ചെയ്യാൻ പാടില്ല. അത് ആരായെങ്കിലും, ഞാനായെങ്കിലും നിങ്ങളായെങ്കിലും. നിങ്ങളെ മതം നിങ്ങൾക്കാണ്, നമ്മളെ മതം ഞമ്മക്കാണ്. അതുപോലെ എല്ലാവരും ഒരേപോലെ, മനുഷ്യരെല്ലാം ഒന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ടോപ്പിക്ക് ഇവിടെ നിർത്തണം. കാരണം ഇതെന്താണ് നിങ്ങൾ ഇങ്ങനത്തെ ടോപ്പിക്കല്ലേ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ സംസാരിക്കുന്നത്? അതിന്റെ ആവശ്യം എന്താണുള്ളത്? നമസ്കാരം കൂട്ടുകാരാ, നിങ്ങൾ ആദ്യം സ്നേഹത്തിൽ സംസാരിക്കൂ. അതായത് യേശുവിന്റെ ഞാൻ കേട്ടോളൂ, നിങ്ങൾ ചോദിച്ചതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കേക്ക് എന്താണ് ഞാൻ പറഞ്ഞത്? നിങ്ങളെ മതത്തെ കുറിച്ച് നിങ്ങളെ മതത്തെ കുറിച്ച് നിങ്ങൾ ഉത്ബോധനം നടത്തും മറ്റുള്ളവർക്ക്. അല്ലാണ്ട് മറ്റൊരു മതത്തിനെ താത്തി പറഞ്ഞിട്ട് നിങ്ങളെ മതത്തിനെ അതെന്താണ്? അതൊരു വർഗീയതയുടെ ഒരു ഇതല്ല നിങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അല്ല, ഇനി ഇടയ്ക്ക് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കയറരുത്. ഇടയ്ക്ക് കയറിയാൽ നിങ്ങൾ താഴെ ഇറക്കിയിട്ട് അവിടെ ഇരുത്തിയിട്ട് പിന്നെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞ് നിങ്ങൾ സംസാരിക്കേണ്ട താഴെ എഴുതിയിട്ട് നമ്മക്കോറയാ സംസാരിക്കാൻ. താഴെ എഴുതിയിട്ട് നമ്മക്കോറയാ. നിങ്ങൾ സംസാരിച്ച് കഴിയൂ, അതിനുശേഷം നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കുന്നുള്ളൂ. പറയൂ. എന്റെ ഒരു ചോദ്യം, നിങ്ങൾ ഞാൻ പറയട്ടോ? എന്റെ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. പറ. അച്ഛനെ എന്റെ ചോദ്യം കംപ്ലീറ്റ് ആയി കൊടുത്ത്. നിങ്ങൾ ഈ ടോപ്പിക് എഴുതിയിട്ട് വെച്ചത് അതൊരു നല്ലൊരു
വ്യക്തിയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ടോപ്പിക് എടുത്ത് എഴുതിയിട്ട് വെക്കത്തില്ല. എന്താണ് ഇത്? നിങ്ങൾ എഴുതിയ ടോപ്പിക് എന്താണ്? നിങ്ങളെ മതത്തിനെ പൊക്കി പറഞ്ഞിട്ട് മറ്റുള്ള മതത്തിനെ താത്തി പറയാനുള്ള അവകാശം ആയിരിക്കില്ല. നിങ്ങളെ മതം നിങ്ങൾക്ക്, നമ്മളെ മതം ഞമ്മക്ക്. ഓക്കെ, അതാണ് സംഭവം. ബാക്കി നിങ്ങൾ പറഞ്ഞു. അത് എന്റെ പ്രിയ കൂട്ടുകാരാ, നിങ്ങൾ ആദ്യം ഈ 109-ാമത്തെ അധ്യായം എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് വാരി വെതറാതെ. നിങ്ങൾ ഈ കേരളത്തിൽ ഇല്ലായിരുന്നോ? നിങ്ങളുടെ എന്ന് വെച്ചാൽ ഉപ്പയും അവര് അതിന്റെ മുകളിലുള്ള ആൾക്കാരൊന്നും ആരും ഇല്ലായിരുന്നോ? എം അക്ബർക്ക കിടന്നിട്ട് ഈ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ കിടന്ന് യേശു ദൈവമല്ലെന്നും യേശു മദ്യം വിളമ്പുന്ന യേശുവെന്നും അച്ഛൻ കേൾക്കുന്നില്ല, നെറ്റ്വർക്ക് പോയതാണോ? യേശു മദ്യം വിളമ്പിയത് ബൈബിളിൽ കാണാലോ. ബൈബിളിലുള്ള കാര്യം പറഞ്ഞത് ഞാൻ ഒന്ന് പറയട്ടെ. നമ്മളെ മതത്തിൽ മദ്യം ഹറാമാണ്. നിങ്ങളെ മതത്തിൽ മദ്യം എന്താണെന്ന് എനിക്കറിയത്തില്ല, ഒന്ന് പറഞ്ഞുതരോ? മുഹമ്മദ് പി കെ നീ സംസാരിക്കരുത്, കാരണം മുഹമ്മദ് പി കെ അവസരം തന്നപ്പോ എനിക്കൊന്ന് കോൾ വന്നോട്ട് പോയതാ. എന്റെ ചോദ്യം പൂർത്തിയായില്ല. ഞാൻ എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പൊ ബദി ഒരു സെക്കൻഡ്, ഇപ്പൊ ബദിയായിട്ട് സംസാരിക്കുകയാണ്. അതിനുശേഷം മുഹമ്മദിലോട്ട് വരാം. മുഹമ്മദല്ല ഞാൻ പറയുന്നില്ല, ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നല്ല. ഒരു സെക്കൻഡ് ഞാൻ പറയട്ടെ. അല്ല, ഈ ടോപ്പിക് ചെയ്തിട്ട് സംസാരിക്കുന്ന ഒരു നല്ല രീതിയല്ല. നിങ്ങളെ മതത്തെ പറയണ കേൾക്കൂ. ബത്തി ഇവിടെ ഞങ്ങളൊരു ടോപ്പിക് ഇട്ടു. ആ ടോപ്പിക് ഇടാൻ ബത്തി പറയുന്നത് കേൾക്കൂ. ബത്തി ഒരു സെക്കൻഡ് പറയുന്നത് കേൾക്കൂ. ഇവിടെ ഞങ്ങള് ബൈബിള് വായിച്ചപ്പോൾ ബൈബിളിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായി യേശുവിന്റെ പാത ഞങ്ങൾ പിന്തുടർന്നു. മറ്റുള്ള മതത്തിനെ താത്തി പറഞ്ഞിട്ടുള്ള ആ ടോപ്പിക് എന്തിനാണ് ഇവിടെ എഴുതി വെച്ചാൽ? അസ്വസ്ഥനാകാതെ പറയുന്നത് കേൾക്കൂ. ഇവിടെ ഞങ്ങൾ സബ്ജക്ട് ഇട്ടിരിക്കുന്നത് ബൈബിള് വായിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി യേശുവിന്റെ പാത ഞങ്ങൾ പിന്തുടർന്നാൽ ഞങ്ങൾ സ്വർഗത്തിൽ എത്തും എന്ന് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഖുറാൻ മുഹമ്മദിന്റെ പാത പിന്തുടർന്നാൽ സ്വർഗത്തിൽ എത്തുമോ എന്ന് ഈ ഇസ്ലാം സമൂഹത്തിലെ വളരെയധികം വ്യക്തികളോട് ചോദിച്ചിട്ട് ഒരാൾക്ക് പോലും ഒരു ഉത്തരം പറഞ്ഞു തരാൻ പറ്റിയില്ല. ഇവിടെ വരുന്നവരെല്ലാം പറയുന്നത് മുഹമ്മദിന്റെ പാത പിന്തുടർന്നാലും 5 നേരം നിസ്കരിച്ചാലും അള്ളാഹുവിന്റെ വചനങ്ങളെല്ലാം അനുസരിച്ചാലും ഞങ്ങൾക്ക് ഉറപ്പില്ല ഞങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന്. നിങ്ങളുടെ സഹോദരന്മാർ മാത്രമാണ് ഇവിടെ വന്ന് പറഞ്ഞത് അവർക്ക് ഉറപ്പില്ല എന്ന്. ഉറപ്പോടുകൂടി നിങ്ങളുടെ ഖുർആൻ അനുസരിച്ച്, നിങ്ങളുടെ മുഹമ്മദിന്റെ ചര്യ അനുസരിച്ച് ബത്തി സ്വർഗത്തിൽ പോകുമെന്ന് ഒന്ന് ഉറപ്പുള്ള ഒരു വചനം ഖുറാനിൽ നിന്ന് ബത്തിക്ക് കാണിച്ചു തരാമോ? ബത്തിയുടെ അവസരമാണ്. ബത്തി കാണിച്ചു തന്നോളൂ. ബത്തിയോട് ഞങ്ങളോട് തെളിയിക്കേണ്ടത് മുഹമ്മദിന്റെ പാത പിന്തുടർന്ന് ഞാൻ സ്വർഗത്തിലെത്തും എന്ന് ബത്തി തെളിയിച്ചാൽ മതി. കാര്യം കഴിഞ്ഞു. ഞാൻ പിന്നെ പണ്ഡിതനോ കാര്യങ്ങളോ ഞാനല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, നിങ്ങളെ മതം നിങ്ങൾ എന്ത് വേണം പഠിപ്പിച്ചു? നമ്മളെ മതം ഞമ്മക്കാണ് വലുത്. നിങ്ങളെ മതം അല്ലാണ്ട് നിങ്ങളൊരു മതത്തിനെ കുറിച്ചിട്ട് താത്തിയിട്ടല്ല ഒരു ടോപ്പിക് ചെയ്തിട്ട് അങ്ങനെ സംസാരിക്കും. നിങ്ങളൊരു നല്ലൊരു വ്യക്തിയാണെങ്കിൽ ഓക്കെ. ബത്തി ഇവിടെ ചോദിച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം. നിങ്ങളുടെ മതത്തിനെ കുറിച്ചുള്ള ടോപ്പിക്ക് മറ്റുള്ളവനെ നമുക്കതിന്റെ ആവശ്യമില്ലല്ലോ സഹോദര. അല്ല, ബത്തി ഒന്ന് പറയുന്നത് കേൾക്കൂ സഹോദര. ഒന്ന് അത് സഹിഷ്ണുത കാണിക്കും. താങ്കൾ ചോദിച്ചതിന് മറുപടിയാണ് പറയുന്നത്. താങ്കൾ ചോദിച്ചതില് ശരിയുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിയുണ്ട്. പക്ഷേ ഇതിപ്പോഴല്ലായിരുന്നു നിങ്ങൾ ചിന്തിക്കേണ്ടിയിരുന്നത്. താങ്കൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉദ്ദേശിച്ചിട്ടല്ല പറയുന്ന, ഇസ്ലാമിക സമൂഹത്തെ ഉദ്ദേശിച്ചിട്ടാണ്. ഞങ്ങള് ഇതേപോലെ തിരിച്ച് ഇസ്ലാമിന്റെയൊക്കെ പ്രമാണം പഠിക്കാനുണ്ടായ കാരണം എന്താണ് ചിന്തിച്ചിട്ടുണ്ട്? ഹലോ അച്ഛാ, ഒരു മിനിറ്റ് കേൾക്കാം. 10-30 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ എം അക്ബറിനെ പോലുള്ള പല ആളുകളും വന്നിട്ട് യേശുക്രിസ്തുവിനെയും ബൈബിളിനെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ടും അതുപോലെ തെറ്റിദ്ധരിപ്പിച്ചും പറഞ്ഞപ്പോൾ ഇപ്പൊ ഈ ബദിക്കുണ്ടായിരുന്ന അതിന്റെ ഇരട്ടി വിഷമമായിരുന്നു ഞങ്ങളെപ്പോലുള്ള ഓരോ ക്രിസ്ത്യാനിക്കും ഇവിടെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഞങ്ങളുടെ വിഷമം മനസ്സിലാക്കിയിട്ട് എം അക്ബറിനെ പോലുള്ള ആളുകളെ തിരുത്താൻ വേണ്ടിയിട്ട് ഒരൊറ്റ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഒരു വ്യക്തി പോലും വന്നിരുന്നില്ല. മനസ്സിലായോ? അപ്പോ ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും എന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രമാണം എടുത്തിട്ട് ഇവർക്ക് പലർക്കും മറുപടി പറയാൻ വേണ്ടിയിട്ട് പഠിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പൊ തിരിച്ച് നിങ്ങൾ അന്ന് പറഞ്ഞത് വെച്ചാൽ ഇപ്പോഴാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രമാണം മലയാളത്തിലേക്കൊക്കെ ഞങ്ങൾക്ക് പഠിക്കാനുള്ള രീതിയിൽ നമുക്ക് കിട്ടിയതും ഞങ്ങൾക്ക് സംസാരിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നതും. അപ്പൊ സഹോദര, ദയവ് ചെയ്തിട്ട് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് എം അക്ബറൊക്കെ തുടങ്ങി വെച്ചതിന് ഒരു പരിണിത ഫലമാണ്. മനസ്സിലായോ? അപ്പൊ അവര് തുടങ്ങി വെച്ചതിന് ഞങ്ങൾ മറുപടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ചോദിക്കൂ. ബാദി ചോദിച്ചോളൂ.
ഞാൻ ചോദിക്കാം. അല്ലല്ല, ഒരു മിനിറ്റ് മുഹമ്മദ് എന്നില്ലേ, ബാദിക്ക് ഇനി എന്താണ് ചോദിക്കാനുള്ളത്? ഞങ്ങള് നിങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമില്ല, ഒരു മിനിറ്റ് നിങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ഓക്കെ അപ്പൊ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് മുഹമ്മദിന്റെ സ്വർഗത്തിലേക്കാണോ, അല്ലല്ല സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ മുഹമ്മദിന്റെ പാത? അവിടെ നോക്ക്, നിങ്ങളെ പുസ്തകത്തിൽ നോക്കിയിട്ട് പഠിക്കും. എന്താ നിങ്ങളുടെ പുസ്തകം ഞങ്ങൾക്ക് പഠിച്ചുവിടുക? നിങ്ങൾക്ക് ഇത്രയും കാലം ഞങ്ങളുടെ പുസ്തകത്തെ പഠിപ്പിക്കായിരുന്നു. പോയി അച്ഛൻ ഞാൻ സംസാരിക്കാം. പറഞ്ഞോളൂ കൂട്ടുകാരൻ. ഓക്കെ. തോമസ് ഒന്നും ഇതൊക്കെ അച്ഛൻ ഞാൻ നേരത്തെ പറഞ്ഞു. മുഹമ്മദിനോട് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോ മുഹമ്മദ് താഴെ പോയ ആളാണ്. താഴെ പോയല്ല, ഒരു അർജന്റായിട്ട് പോയതാ. അല്ല മുഹമ്മദ് കയറി വന്നിട്ട് ഇങ്ങനെ കിടന്ന് ബഹളം വെക്കാതെ, കയറി വന്നിട്ട് കുറെ ബഹളം വെക്കരുത്. ഞങ്ങൾ പറയാം, എന്നിട്ട് മുഹമ്മദിന് പറയാനുള്ള അവസരം ഞങ്ങൾ തരും. ആ സമയത്ത് പറഞ്ഞാൽ മതി. കുറച്ച് മാന്യതയോടുകൂടി സംസാരിക്കും, ഇടപെടും. ഓക്കെ. ഞാൻ പറയുന്നത് വെച്ചാല്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ മാത്രം ആരാധിച്ചാലേ സ്വർഗത്തിൽ പോകുള്ളൂ. അത് പ്രകാരം ക്രൈസ്തവർ സ്വർഗത്തിൽ പോകില്ല. കാരണം ക്രൈസ്തവർ ത്രിയേക ദൈവത്തിലാണ് ആരാധിക്കുന്നത്. ത്രിയേക ദൈവത്തിലല്ല രക്ഷയുള്ളത്, ഏക ദൈവത്തിലാണ്. ബൈബിൾ വായിച്ച് വ്യക്തമായി കാണാൻ ഏകദൈവം, അവനെ മാത്രം ആരാധിക്കുക. പക്ഷെ നിങ്ങൾ ആരാധിക്കുന്നതോ ത്രിയേക ദൈവത്തിൽ. സോ നിങ്ങൾ സ്വർഗത്തിൽ പോകില്ല. വ്യക്തമായി പറഞ്ഞു. മുഹമ്മദ് പി കെ ഇപ്പൊ പറഞ്ഞു, ഞങ്ങൾ കേട്ടു, എല്ലാവരും കേട്ടു. മുഹമ്മദ് പി കെ പറഞ്ഞു ഏകദൈവത്തെ ആരാധിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് മുഹമ്മദ് പി കെ ഇപ്പൊ പറഞ്ഞു. മുഹമ്മദ് ഇപ്പൊ ചെയ്യേണ്ടത് ഖുറാനിൽ നിന്നും ഒരു ആയത്ത് കാണിച്ചു തരിക. ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്നുള്ളൊരു വചനം കാണിച്ചു തരാം. ഖുറാൻ പ്രത്യേക ദൈവമാണെന്നത്. പിന്നെ ഖുറാൻ ആടെ പറഞ്ഞ പോലെ പറഞ്ഞൊന്നും ചോദിക്കാൻ പ്രസക്തിയില്ല, ചോദ്യത്തിന് പ്രസക്തിയില്ല. ഒരു സെക്കൻഡ്. അല്ല, ഈ സോൾജർ ചോദിച്ച അതിന്റെ അർത്ഥം മനസ്സിലായോ? നിങ്ങളുടെ ഖുറാനിൽ ഈ ഏകദൈവത്തെ വിശ്വസിച്ചാൽ നിങ്ങളെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് ആര് പറഞ്ഞു, എവിടെ പറഞ്ഞു, എവിടാണ് ആ ആയത്തുള്ളത്? അതിന്റെ തെളിവ് തരൂ കൂട്ടുകാരാ. വെറും ഏകദൈവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മാത്രം പോരാ. കുറെ നന്മകൾ ചെയ്യണം, പിന്നെ നിസ്കരിക്കണം, അവന് പങ്കുവേറെ ചേർക്കരുത്, സക്കാത്ത് കൊടുക്കണം, നോമ്പ് നൽകണം, ഹജ്ജ് ചെയ്യണം. ഇതൊക്കെ ചെയ്താൽ മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ. അതിന് തെളിവ്. ഓക്കെ മുഹമ്മദ് ഒരു സെക്കൻഡ്. ഓക്കെ, മുഹമ്മദ് അപ്പോ ആദ്യത്തെ ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മാറി. ആദ്യം പറഞ്ഞു ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചാൽ സ്വർഗത്തിൽ പോകാം എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. മുഹമ്മദ് അവിടെ നിൽക്കുക. അപ്പൊ മുഹമ്മദ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് മുഹമ്മദ് ചവിട്ടുകൊട്ടയിലിട്ടു. ഓക്കെ, ഇനി രണ്ടാമത് മുഹമ്മദ് പറയാണ് അള്ളാഹുവിനെ ആരാധിച്ചാൽ മാത്രം പോരാ, നന്മ ചെയ്യണം, തിന്മ ചെയ്യരുത്, സക്കാത്ത് കൊടുക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. ഇനി രണ്ടാമത്തെ ചോദ്യമാണ്, ഇങ്ങനെയൊക്കെ ചെയ്താൽ മുഹമ്മദ് സ്വർഗത്തിൽ പോകും എന്ന് നിങ്ങളുടെ ഖുറാനിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ആരാധിച്ച് നിസ്കാരം 5 നേരം നിസ്കാരം ചെയ്ത് സക്കാത്ത് ചെയ്ത് എല്ലാം ചെയ്താൽ നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് ഖുറാനിൽ എവിടെയാണ് ഒരു ആയത്തുള്ളത്? കാണിച്ചു തന്നു. അപ്പൊ സ്വർഗത്തില് ഇവരും പോവില്ല. ഞാൻ മകളൊക്കെ കൊണ്ടുവരാം. ഞാൻ ഖുറാനൊന്നും മൊത്തം വായിച്ചിട്ടില്ല. ഞാൻ പഠിച്ച കാര്യമാണ് പറഞ്ഞു മദർസയിൽ നിന്ന്. അപ്പൊ ഒരു കാര്യം ചെയ്യും മുഹമ്മദ് മുഹമ്മദ് ഖുറാൻ മുഴുവൻ പഠിച്ചിട്ടില്ല. മുഹമ്മദിന്റെ സ്വന്തം ഗ്രന്ഥം അറിയത്തില്ല. സ്വന്തം ഗ്രന്ഥത്തിൽ എവിടെയാണ് സ്വർഗത്തിൽ പോകുക എന്ന് അള്ളാഹു പറഞ്ഞിരിക്കണം അറിയത്തില്ല. ഇതൊന്നും അറിയാതെ മുഹമ്മദ് കുറച്ചു മുമ്പ് പറയാണ് ബൈബിളിനെ പറ്റി കുറിച്ച് ചോദ്യം ചോദിക്കുകയാണ്. യേശു മദ്യമുണ്ടാക്കിയത് ബൈബിളിലുണ്ടല്ലോ, ബൈബിളിൽ നിങ്ങൾ ത്രിയേക ദൈവത്തെ ആരാധിച്ച സ്വർഗത്തിൽ പോവുകയില്ല എന്ന് ഈ മുഹമ്മദ് പി കെയോട് ആരാണ് പറഞ്ഞത്? എവിടെ നിന്നാണ് പഠിച്ചത്? ലോജിക് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, താങ്ക് യു അച്ചംബ്രോ. ഇപ്പോ മുഹമ്മദ് തന്റെ വിശ്വാസത്തിൽ നിന്ന് മാറി അള്ളാഹുവിനെ തള്ളി, ഖുറാനെ തള്ളി, ലോജിക്ക് മാത്രം എടുത്തുകൊണ്ടുവരുന്ന ഒരാളായി മാറി മുഹമ്മദ്. ഇപ്പൊ ഒരു നിരീശ്വരവാദിയായി. എന്തായിരുന്നു? അവിടെ നിൽക്കൂ. പി കെ ഇന്ന് വന്ന് കയറിയപ്പോ ഇതൊരു 10 ഗോൾ അടിക്കാനായിട്ട് വന്ന ആളാണ്. അവസാനം സെൽഫ് ഗോൾ അടിച്ച് ഇസ്ലാം വിശ്വാസിയായ താങ്കൾ ഒരു നിരീശ്വരവാദിയായിട്ട് ഇവിടുന്ന് പോയി. ഇപ്പൊ ലോജിക്ക് മാത്രമേ ഉള്ളത് താങ്കളുടെ തലയിൽ, ലോജിക്ക് മാത്രം.
എന്ന് പറയാൻ ഖുറാൻ മുഴുവൻ പഠിച്ചിട്ടില്ല, അള്ളാഹു ആരാണെന്ന് പഠിച്ചിട്ടില്ല, അള്ളാഹുവിന് ജീവനുണ്ടോ അറിയില്ല, അള്ളാഹുവിന് ആത്മാവുണ്ടോ അറിയില്ല, മുഹമ്മദ് സ്വർഗത്തിൽ പോകുമോ അറിയില്ല, നിങ്ങൾക്ക് സ്വർഗം കിട്ടുമോ അറിയില്ല. അങ്ങനെയുള്ള ഒരു നിരീശ്വരവാദിയായി എന്റെ മുഹമ്മദ് ഇപ്പോ മാറി. മുഹമ്മദ്, ഞാൻ പറയുന്നത് ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളൂ. ആദ്യം സ്വന്തം ഗ്രന്ഥം ഒന്ന് പഠിക്കുക. ആ ഗ്രന്ഥത്തിൽ സ്വർഗത്തിൽ പോകാനുള്ള ഒരു വഴിയുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. എന്നിട്ട് അവിടെ അത് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരിക. അതാണ് ഞങ്ങളുടെ സബ്ജക്ട്. യേശുവിന്റെ പാത ഞങ്ങൾ പിന്തുടർന്നാൽ ഞങ്ങൾ സ്വർഗത്തിലെത്തുമെന്നുള്ള ഉറപ്പാണ്. മുഹമ്മദിന്റെ പാത സ്വർഗത്തിൽ ഒരു സെക്കൻഡ് എത്തുമോ എന്ന് ചിന്തിക്കുക. ഇത്ര എനിക്ക് പറയാനുള്ളൂ. യേശുവിന്റെ പാത സോൾജർ ഒന്ന് വിശദീകരിക്കണം. അല്ല മുഹമ്മദ്, അതാ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വിശദീകരിച്ചു തരും. ഞങ്ങളുടെ ഒരു സഹോദരിയുണ്ട്, ആ സഹോദരി ഇപ്പൊ തന്നെ വിശദീകരിക്കും. അതുകൊണ്ട് എന്റെ കൂട്ടുകാരൻ മുഹമ്മദ് സഹോദരി വിശദീകരിക്കുന്നത് വരെ താഴ്മയായി കേട്ടോണ്ടിരിക്കണം. ഓക്കെ.